ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച. ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു. സാധാരണ എനിക്ക് ശനിയും ഞായറും കഴിഞ്ഞ തിങ്കളാഴ്ച ഭയങ്കര തിരക്കാണ്. കാരണം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ ശനിയും ഞായറും ഒന്നിച്ച് വന്ന് പിന്നെ അത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഹെവി വർക്കാണ് കേട്ടോ. പിന്നെ കുട്ടികളുടെ സാരിയുടെ കാര്യങ്ങളും പാക്കിങ്ങും ഒക്കെ ഞാനാണ് ഏറ്റെടുത്തിരിക്കണേ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ചാക്കോച്ചന് പനിയുണ്ട്. പിന്നെ അവനെയും കൊണ്ട് ഇന്ന് ഡോക്ടറെ അടുത്തേക്ക് ഒന്ന് പോയിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും എന്തൊക്കെയോ ഒരു അസ്വസ്ഥത അവനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡാഡിയുടെ കൂടെ ഡിവൈൻ പെട്ടെന്നാണ് പോകാമെന്ന് വിചാരിച്ച്, വെറുതെ വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. പൊന്നു പിന്നെ ആൻസൻ്റെ കൂടെ പനക്കലാണ്. ഇന്നിപ്പോൾ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. രാത്രിയിൽ എല്ലാവരും മൂന്നാളും കൂടിയിട്ട് വന്നിട്ടുണ്ട്. തോമുദേ ഗുഡ് ബോയ് ആയിട്ട് അപ്പയുടെ കൂടെ പ്ലേ സ്കൂളിലേക്ക് പോയി. 4 ദിവസം മുടങ്ങിയതിൻ്റെ മടിയൊന്നും അവനുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ മിടുക്കനായിട്ട് പോയി അപ്പയ്ക്ക് ടാറ്റ കൊടുത്തിട്ട് ഓടി കയറിപ്പോയി. ഇത്രയും ഡോണിന് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ദോശയും ചമ്മന്തിയായിരുന്നു. കുറച്ച് ഇഡ്ഡലിയും ഞാൻ ഉണ്ടാക്കി കേട്ടോ. കാരണം നിപ്പിലിങ്ങനെ നിന്ന് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിവൈനോട് പറഞ്ഞു കുറച്ച് ദോശ ഉണ്ടാക്കിയിട്ട് ബാക്കി, ഡോണിന് ദോശ ഇഷ്ടം, അപ്പോൾ ബാക്കി ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡാഡിയും ഡിവൈനും കൂടിയിട്ട് മോനെയും കൊണ്ട് പോയി. തിരിച്ച് വന്ന് ഞാൻ പറഞ്ഞു, മോനും ഇന്നലത്തെ ഉറക്കക്ഷീണം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നല്ലോണം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സുഖമായി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറയാറില്ല, എനിക്ക് ഇടയ്ക്ക് ഒരു പൊതിച്ചോറ് തിന്നാനുള്ളൊരു പൂതി വരുന്നു. പിന്നെ ഞാൻ ഡാഡിയോട് പറഞ്ഞു പൊതിച്ചോറ് വാങ്ങിയിട്ട് വായോ, കാരണം ഇന്ന് 2 മണി വരെ എനിക്ക് ഇരുന്നോടത്ത് നനങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വരുന്ന മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുകയൊക്കെ കൂടിയായപ്പോൾ എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഡിവൈന് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. ഡിവൈൻ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് നേരത്തോടെ കിടന്നു കേട്ടോ. ഞാൻ പറഞ്ഞു കിടന്ന് ഉറങ്ങിക്കോന്ന്. അങ്ങനെ ഞാനും ഡാഡിയും കൂടിയിട്ട് ആ ഒരു പൊതിച്ചോറ് കഴിച്ചു. 4:15 ഇവിടെ തോമുട്ടൻ വന്നു. അപ്പോൾ തോമുട്ടൻ വന്നപ്പോൾ തോമുട്ടന് 2-3 ദിവസം പോവാത്തതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒരു 5-5:30 ആയപ്പോഴേക്കും എനിക്ക് ചെറുതായിട്ടപ്പോൾ ഡാഡി പോസ്റ്റും കാര്യങ്ങളും കൊറിയർ ഉണ്ടായിരുന്നു. സാരിയൊക്കെ കൊറിയറാണ് അധിക ഭാഗം സെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ഞാൻ 2 കുട്ടി ദോശ ഉണ്ടാക്കിയിട്ട് ചമ്മന്തി രാവിലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരോ ചോദിച്ചു പൊട്ടുകടല ചമ്മന്തി ഡിവൈൻ്റെ പറഞ്ഞു തരണമെന്ന്. ഞാൻ ഡിവൈനോട് പറയാം കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് ഞാൻ കുഞ്ഞ് 3 ദോശ കഴിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വേറൊരു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു വീഡിയോ പെൻഡിങ്ങിൽ എപ്പോഴും വെക്കും. അപ്പോൾ ഇത് ഞാൻ നോയമ്പിൻ്റെ മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാം എന്നുള്ളത്. അപ്പോൾ ഞാനിതിങ്ങനെ പെൻഡിങ്ങിൽ വെക്കണത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ചില ദിവസങ്ങൾ എനിക്ക് വീഡിയോസ് ഇടാൻ ഷൂട്ട് ചെയ്യാൻ ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടാമെന്ന് വെച്ചിട്ട് ഞാൻ പെൻഡിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് മാറ്റി വെക്കുന്നതാണ് കേട്ടോ. ഇനി ഇതുപോലെ 1-2 സൂത്രപ്പണികൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് പറ്റാത്ത ദിവസം എടുത്തിടാൻ. കാരണം കുട്ടികളൊക്കെ വരുമ്പോൾ എനിക്കിതിൻ്റെ പിന്നാലെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീൻ കറിയാണ് കേട്ടോ. ചെമ്മീൻ കറി എന്ന് പറഞ്ഞാൽ പാലൊഴിച്ചിട്ടുള്ള ചെമ്മീൻ കറിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും ചെമ്മീൻ പല രീതിയിൽ വെക്കുമെങ്കിലും ഇടയ്ക്ക് കുട്ടികൾ പറയും മമ്മിയുടെ ചെമ്മീൻ കറി വെക്കുകയെന്ന് പറയും. അപ്പോൾ 2-3 ടൈപ്പ് ഉണ്ട്. അതിൽ ഇത് ഒരെണ്ണം നല്ല ടേസ്റ്റ് ഉള്ളത് കേട്ടോ. എനിക്ക് കോൺഫിഡൻസ് എന്താ പറയുക ഉറപ്പായിട്ട് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരുമ്പോൾ വെച്ച് കൊടുക്കാൻ താല്പര്യമുള്ളൊരു ചെമ്മീൻ കറിയാണ്. അപ്പോൾ ഞാൻ ചെമ്മീൻ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാല കുറച്ച് മസാലപ്പൊടി പേരിന് കേട്ടോ, അല്ലെങ്കിൽ ഇറച്ചിയുടെ ടേസ്റ്റ് വരും. അപ്പോൾ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇട്ട് ഉപ്പും കൂടി തിരുമ്പി വെച്ച് ഞാൻ കുറച്ചധികം നേരം വയ്ക്കും. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് വലിയതെടുത്ത് മാറ്റി വെച്ചു വറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. കാരണം കുറേ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് ഒരു നേരമല്ലേ ഇത് വേണ്ടു. അപ്പോൾ ഞാൻ അതിൽ പുരട്ടി വെച്ചിട്ട് നമ്മുടെ നാളികേരപ്പാൽ 2 പാലായിട്ട് പിഴിഞ്ഞു, തമ്പാലും എടുത്തു, 2ആം പാലും എടുത്തിട്ട് ഞാൻ അധിക ഭാഗം കോക്കനട്ട് പൗഡറാണ് മിൽക്ക് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുക, നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഞാൻ ഇഞ്ചി, വേപ്പില, പച്ചമുളക്, 2 വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തു, ക്രഷ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉപ്പും മുളകൊക്കെ പുരട്ടി മാറ്റി വയ്ക്കുക എന്നുള്ളത്. രണ്ടാമത് ഇത് ഇതാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് 3-ാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ കറിയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ വേപ്പില ഇടും. അപ്പോൾ നല്ല മണമാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഇഞ്ചി നമ്മൾ ചോപ്പറിൽ വലിച്ച ഉള്ളിയാണ് ശരിക്കും ടേസ്റ്റ്. പക്ഷേ ഞാൻ സവാളയാണ് ഉപയോഗിച്ചത്, കാരണം ഉള്ളി കുറേ നിന്ന് നന്നാക്കാൻ അവനെ എളുപ്പമല്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കുറേ വേസ്റ്റ് വരില്ല. ഇത് ശരിക്കും വെന്തുടഞ്ഞ്
ഒരു നല്ല കുറുകിയ പരുവാവും കേട്ടോ. അപ്പോൾ ഇഞ്ചി, വേപ്പില, പച്ചമുളക്, ചുവന്നുള്ളി വെളുത്തുള്ളി ആയിട്ടുള്ള ആ കൂട്ട് അതിലിട്ട് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടാണല്ലോ നമ്മൾ വഴറ്റുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. വഴറ്റിയതിന് ശേഷം വീണ്ടും ഈ മസാലപ്പൊടികളിടുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ അപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല കളറ് കിട്ടും കേട്ടോ. എന്നിട്ട് അത് ഏകദേശം ഒന്ന് മൂത്ത് കാണുമ്പോൾ കുറച്ച് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലിടാം. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ തമ്പാൽ 2-ാം പാൽ വെച്ചിട്ടുണ്ടല്ലോ, ആ 2-ാം പാൽ ഒഴിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ പുരട്ടി വെച്ച ചെമ്മീൻ അതിലേക്കിട്ട് ഒന്ന് പുരട്ടി വയ്ക്കുക. അപ്പോൾ ചില സമയത്ത് ഞാൻ സൂത്രപ്പണിക്ക് ചെയ്യാറുണ്ട്, ഓവനിൽ വെച്ച് ഒന്ന് ആക്കിയിട്ടാണ് ഞാൻ ഇടുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ അത് മൊത്തം നല്ലോണം പുരട്ടിയതിന് ശേഷം മാത്രം മറ്റേ 2-ാം പാൽ എന്തെങ്കിലും വെച്ചാൽ ഒഴിച്ചാൽ മതി. അപ്പോൾ നല്ലോണം പുരട്ടുമ്പോൾ തന്നെ ആ തക്കാളിയിൽ നിന്നും സവോളയിൽ നിന്നുള്ള വെള്ളം പതുക്കെ വരും. പിന്നെ എണ്ണയും നല്ലോണം തെളിയും കേട്ടോ. അങ്ങനെ നല്ലോണം വരട്ടിയതിന് ശേഷം നമ്മളിത് ഞാൻ മൂടി വെച്ചിട്ടാണ് വേവിച്ചത്. ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസങ്ങൾ മുമ്പ്, എനിക്ക് തോന്നുന്നു ഇപ്പം നോയമ്പ് 10-15 ദിവസമായില്ല, അതിൻ്റെ മുമ്പ് എപ്പോഴോ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫ്ലോയിൽ പറഞ്ഞു പോകാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ സ്ഥിരം വെക്കുന്ന കറി ആയതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് 2-ാം പാലും അത് തമ്പാലും. ഈ 2-ാം പാൽ ഈ മഞ്ഞ കളറാവാൻ കാരണം ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ച ആ പാത്രത്തിലാണ് ഞാനത് പാലൊഴിച്ച് വെച്ചത്. അപ്പോൾ ആ മസാലയും അതിലേക്ക് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ഒഴിച്ചിട്ട് തിളപ്പിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നു പറഞ്ഞില്ല, ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് ആ മസാലയിലൊക്കെ കിടന്ന് ആ ചെമ്മീൻ നന്നായിട്ട് വേവും. അപ്പോൾ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പരുവ് അറിയാം കേട്ടോ. പിന്നെ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചേർത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ നല്ലോണം ഇളക്കി ഒന്ന് കുറുകണം. നല്ലോണം കുറുകിയതിന് ശേഷം മാത്രം തമ്പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ വെള്ളം ഇറങ്ങി വരും. അത് കഴിഞ്ഞ് തുറന്ന് വെച്ച് വേവിച്ചാലാണ് അത് കുറച്ചൊന്ന് വറ്റി വരിക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തമ്പാൽ ഒഴിക്കുക. അപ്പോൾ ഈ പരുവത്തിലായാലും നമുക്ക് ഉപയോഗിക്കാം. മറ്റേത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പത്തിൻ്റെയോ ബ്രെഡിൻ്റെയോ പൊറോട്ടയുടെയോ കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി ചാറായിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പരുവത്തിലെടുത്താൽ മതി. ഇപ്പോൾ റോസ്റ്റ് ചെയ്യണ പരുവാണെങ്കിൽ നിങ്ങൾ സവോള ഇങ്ങനെ കുരുകുനാന്ന് അരിയരുത്, കുറച്ച് നീളത്തിലരിയുക, എന്നാലേ ആ കറി കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ചുവപ്പ് ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടി കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ വേറൊരു ടെക്സ്ചറാണ് കേട്ടോ അതിന് വരിക. അപ്പോൾ ഇതിപ്പോൾ പാൽ ഒഴിച്ചിട്ടുള്ള കറി ആയതുകൊണ്ടാണ് ഇങ്ങനെ വരണത്. അങ്ങനെ ആ പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഒന്ന് വറ്റിക്കാനിട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കുറുകിയാലേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു തുണ്ട് കോൺഫ്ലവർ കലക്കി ഒഴിക്കുക. ഇതിപ്പോൾ ഒന്നും വേണ്ടി വന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നാളികേരപ്പാൽ നമ്മൾ കുറച്ച് കൂടുതൽ വരുമ്പോൾ ഇനിയിപ്പോൾ ഇതായിട്ട് വെക്കേണ്ടി വെച്ചിട്ട് നമ്മളത് അതിലേക്ക് ഒഴിക്കും. അങ്ങനെ ഒഴിച്ചിട്ട് വെള്ളം പോലെ ആവുകയാണെങ്കിൽ മാത്രം ചെയ്യാനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കുറച്ച് കോൺഫ്ലവർ ഒന്ന് കലക്കി അതിലൊഴിച്ച് കഴിഞ്ഞാൽ അത് കുറുകി വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ മൂടി വെച്ച് കുറച്ചധികം നേരം തിളപ്പിച്ചു. ഇപ്പം നിങ്ങൾക്ക് ആ പാത്രത്തിൻ്റെ അരികു കണ്ടാൽ അറിയാം, അത്രയും വറ്റി കഴിഞ്ഞപ്പോൾ നല്ല കുറുതായി. ഇനിയിപ്പോൾ അവിടെ ഇരുന്ന് കുറുതായിക്കോളും. ഭയങ്കര ടേസ്റ്റുള്ളൊരു കറി. കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചിട്ട് അത് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതാണ് മുമ്പെടുത്ത വീഡിയോ ആണ്. ഇതിപ്പോൾ വീണ്ടും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കിടക്കുന്നതിന് മുമ്പ് ഗ്രൂപ്പിലുള്ളവരോട് കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് കിടക്കുക. അപ്പോൾ ഇന്ന് പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും കേട്ടോ നമ്മളുടെ ഗ്രൂപ്പിൽ. എന്താ പറയുക, എല്ലാവർക്കും ഉപകാരമുള്ള ഓരോ കുഞ്ഞു കാര്യങ്ങൾ പലരും മുൻകൈ എടുത്ത് ഓരോ ചോദ്യോത്തരങ്ങൾ, അതുപോലെ അറിയാവുന്ന ടിപ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യും. അതോടുകൂടി തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ എന്താ പറയുക, ആർക്കെങ്കിലും വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ എന്ത് കാര്യവും ചർച്ച ചെയ്യാനുള്ള ഒരു തുറന്നൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും അതെ കുട്ടികൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പലയിടത്തു നിന്നുള്ള പല കുട്ടികളും വരുമ്പോൾ. അപ്പോൾ ഇത് ഞാൻ എനിക്ക് കുട്ടികളോട് സംസാരിക്കാൻ അധികം പറ്റിയില്ല. കാരണം ഡിമ്പിളുടെ വരവും കുട്ടികളുടെ അസുഖവും അങ്ങനെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു ഉച്ചവരെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയിൽ ഞാൻ സംസാരിച്ചെങ്കിലും എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ രാത്രി എപ്പോഴും കിടക്കണതിന് മുമ്പ് അവരോട് കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുക കേട്ടോ. അപ്പോൾ അത് പതിവുപടി ഇന്നും ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടത്.
അപ്പോൾ അങ്ങനെ ഇന്ന് എന്താ പറയുക സന്തോഷമായിട്ട് ഒരു ദിവസം കഴിഞ്ഞു. പാച്ചുട്ടൻ 2 ദിവസം അപ്പയുടെ കൂടെ അടിച്ച് പൊളിച്ചു. പിന്നെ നമ്മുടെ ചാക്കോച്ചന് എന്തോ ഒരു കുറുങ്ങലും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനിപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്താൽ അവന് ഓക്കെ ആവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ സൺഡേ ആയിട്ട് പോലും ഞങ്ങൾ പുറത്തൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ നാളെ കാലത്തും ഈ പറഞ്ഞ പോലെ നല്ല തിരക്കാവും. എന്നാലും ഞാൻ വീഡിയോ മാക്സിമം എടുക്കാൻ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ വേറൊരു സ്റ്റൈലിൽ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹം, പക്ഷേ എനിക്ക് പറ്റണില്ല. അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഇപ്പോൾ ഇതുപോലെ അങ്ങോട്ട് കുറച്ച് ദിവസം കൂടി പോവട്ടെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. ബൈ.